ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തെല്ലാം വിശേഷം? ഇപ്പം നോമ്പെല്ലാം തുടങ്ങി അൽഹംദുലില്ലാ. എല്ലാവരും നോമ്പിൻ്റെ ഓർഡറെല്ലാം എടുത്തിന എന്ത് വിശേഷമെല്ലാം. അപ്പോൾ നോമ്പ് മുമ്പത്തെ ദിവസം വരെയുള്ള കുറച്ച് ഓർഡറും ഗൾഫിലേക്ക് കുറേ ആൾ കൊണ്ടുപോയത് നോമ്പിന് വേണ്ടിയിട്ട് ബീഫ് കട്ട്ലറ്റ്, ഉന്നക്കായ്, മോമോസ് എല്ലാം അങ്ങനത്തെ എല്ലാം കുറച്ച് വിശേഷങ്ങളുണ്ട് അതിൽ. പിന്നെ അതിൻ്റെ അടുക്കുന്ന കുറച്ച് കേക്ക്, പിന്നെ പെരുന്നാൻ്റെ അപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ട്. എല്ലാം പുറത്തേക്ക് തന്നെ ഉണ്ടായത്, ഗൾഫിലേക്ക്, പിന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അങ്ങനത്തെ എല്ലാം സ്ഥലത്തേക്കെല്ലാം ഓർഡർ ഉണ്ടായിന്. പിന്നെ മുട്ടമാലൻ്റെ ഓർഡർ. അതിൻ്റെ അടുക്കുന്ന നോമ്പായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഗെറ്റ് ടുഗദർ എല്ലാം ആക്കുന്ന അങ്ങനത്തെ എല്ലാം കുറച്ച് ആൾക്കാർക്കുള്ള അങ്ങനത്തെ ഫ്രൈഡ് സ്നാക്സ് അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിന്. പിന്നെ വേറെ എന്ത് വിശേഷം, കുറേ ആൾ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഈ നോമ്പിന് ഫ്രോസൺ ചെയ്തിട്ട് വെക്കുന്നതും അതിനെല്ലാം പുതിയ ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഓരോന്ന് ഡൗട്ട് ചോദിക്കാൻ, പിന്നെ അവർക്ക് പുതിയതായിട്ട് നോമ്പ് തുടങ്ങുന്നതല്ല, അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനത്തെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനും വേണ്ടിയിട്ടെല്ലാം കുറേ ആൾ മലപ്പുറം, കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ ആ ഒരു സൈഡിൽ നിന്നെല്ലാം പിന്നെ കാസർഗോഡ് നിന്ന് വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനത്തെ എല്ലാം വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇപ്പം പറയലുണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് വിളിക്കുക, കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഞാൻ എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. പിന്നെ ഒരു നോമ്പിന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് സമൂസ അല്ലേ. സമൂസ, റോള്, ഉന്നക്കായി ചില ആൾക്ക് വേണ്ട മധുരം നോമ്പിന്, പക്ഷേ ചില ആൾക്ക് നോമ്പിന് മധുരം വേണം. അപ്പോൾ അങ്ങനത്തെ എല്ലാം വിശേഷങ്ങൾ. വേറെന്ത്, അപ്പോൾ മോമോസിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിന്. മോമോസ് കുറച്ചധികം 100 പീസ് ഓർഡർ ദുബൈക്ക് ഉണ്ടായിന്. 100 പീസ് ഇതും പിന്നെ 50 ബീഫിൻ്റെ കട്ട്ലറ്റിൻ്റെ ഓർഡർ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. അപ്പോൾ മോമോസും ദുബൈക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ കുനാഫാൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ രാവിലെ കൊടുത്തത് കുനാഫ. അപ്പോൾ അതിൻ്റെ അടുക്കുന്ന സ്കൂളിലേക്കുള്ള ടിഫിൻ അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയതും. പിന്നെ ഇത് പാട്ടുവത്തൽ, ക്യാഷ് ഫ്രൈ, ഇപ്രാവശ്യം ക്യാഷ് ഫ്രൈ കുറച്ചധികം ഓർഡർ ഉണ്ടായിന്. പിന്നെ കട്ട്ലറ്റ് അതെല്ലാം. പിന്നെ സാധാ നമുക്ക് എപ്പോഴും വരുന്ന ഓർഡർ കട്ട്ലറ്റിൻ്റെ, സമൂസ, ഉന്നക്കായ്, റോള് അതിൻ്റെ അടുക്കുന്ന. പിന്നെ മുട്ടമാല കുറച്ചധികം ഈ പ്രാവശ്യം ഓർഡർ വന്നിട്ടുണ്ടായിന്. കോഴിയുടെ ഓർഡർ കുറച്ചധികം ഉണ്ടായിന്. കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ സമൂസ, ഉന്നക്കായ്, കട്ട്ലറ്റ്, റോളിൻ്റെ എല്ലാ റെസിപ്പി കുറച്ച് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൻ്റെ ലിങ്ക്. ഇങ്ങനത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഓർഡർ ഉണ്ടായത് ചിക്കൻ ഡോണറ്റിൻ്റെ ഓർഡർ ഉണ്ടായിന്. പിന്നെ ഈ പ്രാവശ്യം ഒരു സന്തോഷ വാർത്ത എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ച്. അപ്പോൾ എല്ലാ നോമ്പിനും വിചാരിക്കുന്ന ഒരു കാര്യം, ഫ്രിഡ്ജ് ചെറുതായതുകൊണ്ട് സ്നാക്സ് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറേ ഓർഡറെല്ലാം വരുമ്പം. ഇപ്രാവശ്യം എന്തായെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ച്. 530 ലിറ്ററിൻ്റെ കുറച്ച് വലുതെന്ന് പറഞ്ഞാൽ ഫ്രോസണും വെക്കാൻ പറ്റണം നമുക്ക്. ഫ്രീസർ വെച്ച് വാങ്ങിച്ചെങ്കിൽ നമുക്ക് ഫ്രോസൺ മാത്രം പറ്റും. കുറേ ആൾ ഫ്രീസർ വാങ്ങിക്കാൻ പറഞ്ഞിന്, പക്ഷെ എനിക്ക് ഫ്രോസൺ മാത്രമല്ല, എനിക്ക് പുഡിങ്ങിൻ്റെ ഓർഡറെല്ലാം ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ വലുതായതുകൊണ്ട് മാഷാ അല്ലാ നല്ല സ്പേസ് ഉണ്ട്, എന്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ നോമ്പിനുള്ള ഓർഡർ ഇപ്പോൾ നോമ്പിന് മുന്നത്തൊന്ന് വരെ കൊടുത്ത ഓർഡറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആക്കി നമുക്ക് ഇറച്ചിയുടെ അറിയുമല്ലോ, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ബ്രൗൺ കളർ ആവേണ്ടതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കേണ്ടത്. എന്നാലേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അത് വേറെ ഷീറ്റല്ലല്ലോ. അപ്പോൾ ആ ഒരയിൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉണ്ടായത് കുറേ മോമോസ് ഉണ്ടായിന്. മോമോസ് പിന്നെ ഞാൻ ഗൾഫിലേക്കെല്ലാം കൊടുക്കുമ്പോൾ ബോക്സിലാക്കിയിട്ട് തന്നെ കൊടുക്കും. എന്തെന്ന് പറഞ്ഞാൽ അത് ഒട്ടി പിടിച്ചിട്ട് ആടെ തന്നെ ഇതായിപ്പോവും, ഉടഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉണ്ടായത് കുറച്ചധികം കാഷ്യൂനട്ടിൻ്റെ ഓർഡർ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റായിൽ എൻ്റെ നമ്പറുണ്ട്, കോൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്തു തരാം.
അപ്പോൾ എല്ലാവർക്കും ഈ നോമ്പിന് നല്ല ഓർഡറെല്ലാം കിട്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ ബിസിനസ്സെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പെരയിലിരിക്കുമ്പോൾ വെറുതെ ഫ്രീയിലിരിക്കുമ്പോൾ കുക്കിങ്ങിനോട് താല്പര്യമെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നോമ്പിൻ്റെ സമയത്ത് ഈ ഇതെല്ലാം ഫ്രോസണെല്ലാം കൂടുതൽ ആൾക്കാരും വാങ്ങിക്കുന്ന സമയമല്ലേ, എല്ലാവർക്കും ഇതുണ്ടാക്കാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഓർഡറെല്ലാം കിട്ടിയിട്ട് പിന്നെ നോമ്പിന് ലാസ്റ്റ് മുമ്പത്തെ ദിവസം എനിക്കൊരു 2 ദിവസം ഓർഡർ ഉണ്ടായി, കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന്. ബർത്ത്ഡേ കേക്ക് 2. ഇതൊന്ന് പാപ്പിന് ശരിക്ക് കൊടുത്തയച്ചത്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല രാത്രി തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് രാവിലെ കൊടുത്തയച്ചത്. കുനാഫാൻ്റെ ഓർഡർ ഉണ്ടായിന് ഇന്നലെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇപ്പോൾ കുറേ ആൾ ഡൗട്ട് ചോദിക്കുന്നു ഫ്രോസൺ ആക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും വീഡിയോ ഇട്ടിട്ടുണ്ടാവും, പുതിയ ആൾക്കാർക്ക് ആ വീഡിയോ കാണാത്തതുകൊണ്ട് അപ്പോൾ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.